മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് അനുസ്മരണം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട പ്രകാശധാര സ്കൂളിൽ നടത്തപ്പെട്ടു. KPCC അംഗം P. മോഹൻരാജ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ മുനിസിപ്പൽ ചെയർമാനായിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങി ഏറെ സമ്മർദ്ദം എനിക്ക് കാരണം മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള പുനരധിവാസ കേന്ദ്രം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അയൽവക്കക്കാർ വേറെ തരത്തിലാണ് ധരിച്ചത്. ഞാൻ ഈ വാർഡിൻ്റെ കൗൺസിലറുകളാണ്, അവരുടെ എതിർപ്പും ഞാൻ കുറയ്ക്കണം, ഈ സ്ഥാപനം പണിയുകയും അങ്ങനെ അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് എതിർപ്പുകൾ ഇല്ലാതാക്കി. സത്യത്തിൽ അന്ന് ഇത്രയും വലിയ ഒരു സ്ഥാപനമായി ഇത് വളരും എന്നൊന്നും ധരിച്ചിരുന്നു. തിരുവേണി സൂചിപ്പിച്ചതുപോലെ അന്ന് വീടുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് വിടാൻ രക്ഷിതാക്കൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ ഇന്നത്തെ സ്ഥിതി ഉള്ള സ്ഥാപനങ്ങൾ പോരാതെ വരിക എന്നുള്ളത്, ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വലിയ പരിധി വരെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം നമ്മളിവിടെ കണ്ടു. പ്രാർത്ഥനാഗാനമാണ്, സ്വയം തൊഴിൽ ചെയ്യുന്നതായിട്ട് എല്ലാം നമ്മളെവരെ അടച്ചു കെട്ടിയിടത്തിട്ടിരുന്നു എന്ന് വരികയും ഓരോ ദിവസം കഴിയുന്നതും അവരുടെ ബുദ്ധിമുട്ടും പ്രയാസവും അവരുടെ വൈകല്യവും കൂടിക്കൂടി വരുമാണ്. അതില്ലാതെ എല്ലാവരും കൂടി ഒന്നിച്ച് ബഹുമാനായ റോയേച്ചനൊക്കെ സത്യത്തിൽ എന്തുമാത്രം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട ഇവരെ എല്ലാവരെയും നയിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജെറി മാത്യു സാം അധ്യക്ഷത വഹിച്ചു. ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടാം ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടി സാർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, ഉമ്മൻചാണ്ടി സാർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ച പ്രകാശധാരയിലെ കുഞ്ഞുങ്ങളെ പോലുള്ള നല്ല കുട്ടികളുടെ അടുക്കൽ പോയി അവരോടൊപ്പം ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ പങ്കിടുവാനും സ്നേഹം പങ്കിടുവാനും അവരുടെ കഴിവുകളെ കാണുവാനും ഞങ്ങൾക്ക് ലഭിച്ച ഈ നല്ല അവസരത്തെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. അനുഗ്രഹ പ്രഭാഷണം തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സറാഫിൻ തിരുമേനി നടത്തി. എന്നോട് പറഞ്ഞത് ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിക്കണം എന്നാണ്. അതിലേക്ക് ഞാൻ നേരത്തെ കടക്കുകയാണ്. എൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് പറയാം. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുതുപ്പള്ളി പള്ളിയിലും ഉമ്മൻചാണ്ടി സാറിൻ്റെ കടലിൽ പോകാനായിട്ട് ആ കുറ്റത്തോടെ അധികം ആളുകൾ ഒരു സ്ത്രീ, ക്രിസ്ത്യാനിയല്ല, ഒരു സ്ത്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ നിന്ന് നടന്നു കരഞ്ഞോണ്ട്. അപ്പോൾ അവർ കരഞ്ഞോണ്ട് വരുന്നത് കൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് കാര്യം? അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ലൈഫ് മിഷന്റെ ഭവന പദ്ധതിക്ക് വേണ്ടി 2 പ്രാവശ്യം അപേക്ഷ കൊടുത്തിട്ട് അവർക്ക് ലഭിച്ചു. 3ാമത് അപേക്ഷ കൊടുക്കണം. അപ്പോൾ ആ അപേക്ഷയുടെ ഒരു കോപ്പി കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിൽ വെച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞു പോവുകയാണ്. അത് ഇതുപോലെയുള്ള ധാരാളം അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ടാണ് പറഞ്ഞു എന്ന് മാത്രമേ. അതിനൊക്കെ കൃത്യമായ രൂപരേഖകളുണ്ടായിരുന്നു, കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അത് ഒരു മിഷണറിക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. നല്ല മിഷണറി ആയിരുന്നു. അത് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു നഷ്ടമാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം. ഈ 2 കാര്യങ്ങളാണ് ഒരു മോഡൽ എന്നുള്ള ചെറിയ സമയത്ത് എനിക്ക് പറയുവാനായിട്ടുള്ളത്. സഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഓർക്കുന്ന ഏറ്റവും
നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പോലും പുതുപ്പള്ളിപ്പള്ളിയുടെ ഈ പടിയിൽ പോയിരുന്ന് ആരാധന സംബന്ധിക്കുന്ന ഒരു മനുഷ്യന് അവിടെ പുതുപ്പള്ളിയിൽ ഉണ്ടെങ്കിൽ പുതുപ്പള്ളിയിൽ മാക്സിമം ഉണ്ടാകാനായിട്ട് ശ്രമിക്കുക, ഉണ്ടെങ്കിൽ പുതുപ്പള്ളിപ്പള്ളിയിലെ ആരാധനയെ സംബന്ധിക്കുമ്പോഴും ഇവിടെ നിലത്തൊക്കെ പോയിരുന്ന് ഇതിൽ സംബന്ധിക്കാമെന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിനയത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സഭയെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ അദ്ദേഹം ആ നിലയിൽ ഒരു പുതുപ്പള്ളിപ്പള്ളിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്നുള്ളത് ചേർത്ത് ഞാൻ ചിന്തിക്കുകയാണ്. DCC വൈസ് പ്രസിഡന്റ് A. സുരേഷ് കുമാർ. ഏറെ ഉചിതമായ ഒരു ചടങ്ങാണ് നടന്നത്. ഞങ്ങളിലായത്തെ പുഷ്പാസം നടത്തുകയും പദ്ധതി ഉൾപ്പെടുത്തുകയും അനുസ്മരണ യോഗമൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നു. പക്ഷെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച, ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയ ഏറ്റവും വലിയ പ്രവർത്തനമായിരുന്നു കാരുണ്യ പ്രവർത്തനം. DCC സെക്രട്ടറി സാമുൽ കിഴക്കുപുറം. ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഇവിടെ പ്രസംഗിച്ചതിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ ലോകത്തെ മാധ്യമങ്ങൾ കേരളത്തിലടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ എനിക്കൊന്നും പറയുവാനില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ത്യയുടൻ. ഇവിടെ വെച്ച് നടക്കുന്നതിനേക്കാൾ ഉചിതമായ ഒരു സ്ഥലം മറ്റേതുമല്ല എന്നുള്ളത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു വലിയ ഉചിതമായ തീരുമാനമാണ് ഇത് തന്നെ ഇപ്പോൾ നിർമ്മിച്ചറിയുന്നത്. ഉമ്മൻചാണ്ടി സാറിന്റെ ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന പ്രകാശമാരുടെ കുട്ടികൾക്ക് എത്തിച്ചേർന്നത് ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കേണ്ടിയിരിക്കുന്ന ഓരോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുമാണ് എന്നുള്ളത് വസ്തുതാപരമായ സത്യമാണ്. KG അനിത, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ അജിത് മണ്ണിൽ, ബിജു മലയിൽ, ബൈജു ഭാസ്കർ, ഏബൻ മാത്യു, അബ്ദുൽ ഷുക്കൂർ, ഫാത്തിമ, മണ്ഡലം പ്രസിഡന്റുമാരായ ജോമൻ പൂത്പറമ്പിൽ, KP മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ ഈ തലത്തിൽ റിട്ടാർഡേഷനുള്ള അവസ്ഥയിലുള്ളവരാണ്. നോർമൽ സ്കൂളിൽ കുട്ടികളോട് 9 ന്യൂസ് മലയാളം പത്തനംതിട്ട.